സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയുടെ മുടി കുത്തിപ്പിടിച്ചുകൊണ്ട് രാധിക പറയണേ, ചാവ നിനക്ക് ഒരു മടിയില്ലെന്നല്ലേ പറഞ്ഞത്? നിന്നെ സഹിക്കിട്ട് കഴിഞ്ഞാൽ എൻ്റെ വരുണിനും ഈ കുടുംബത്തിനും വേണ്ടിയിട്ട് ഞാൻ നിന്നെ ജീവൻ എടുത്തു എന്ന് വരും. പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് രാധിക പ്രിയങ്കേനെ മുമ്പോട്ട് തള്ളുവാണ്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ദേഷ്യത്തിൽ പ്രിയങ്ക നേരെ റൂമിലേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ആകെ ഭ്രാന്തെടുത്ത സങ്കടത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം പത്മിനി അരികിലേക്ക് ചെല്ലുക. മോളെ രാധികയും അമ്മേ, മുത്തശ്ശിയും പ്രിയങ്കയും കാരണം ഓൾറെഡി ഈ കുടുംബം ഒത്തിരിയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ അപമാനത്തിനായി തല താഴ്ത്തി നിന്നിട്ടുണ്ട്. ഇനിയും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല. അവരോട് പ്രതികരിക്കേണ്ടതും അവരെ നിലക്ക് നിർത്തേണ്ടതും ഞാൻ തന്നെയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ഇനി ഒരിക്കലും അവരുടെ പേരിൽ ഈ കുടുംബം ആരുടെ മുമ്പിലും തല നിർത്തി നിൽക്കാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി അവർക്ക് മുമ്പിൽ രണ്ടും കൽപ്പിച്ച് തന്നെ ഇനി രാധിക നിൽക്കാൻ പോകുന്നത്. അങ്ങനെ രാധികയുടെ കുറച്ച് തീരുമാനങ്ങളും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പത്മിനിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ കൽപ്പനയും മുർവശിയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം തന്നെ റെഡിയായി പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കെട്ടി പോകുവാണ്. ഈ സമയം സുകുമാരിയമ്മ പോകാൻ നിൽക്കുന്നത് കണ്ട് യശോദ ചോദിക്കണേ, അല്ല അമ്മ ഇതെങ്ങോട്ടാ? എന്താ പുതിയ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോകുവാണോ? അതുകൊള്ളാം, ഞാൻ ഇവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ നിൻ്റെ ഭർത്താവാണോ നിന്നെ ഇവിടെ ഏർപ്പാട് ചെയ്ത് നിർത്തിയത്? ആരും എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടൊന്നുമല്ല. സാധാരണഗതിയിൽ അമ്മ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമായിട്ടായിരിക്കുമല്ലോ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ചോദിച്ചു പോയതാ. എടി എന്നാ നീ കേട്ടോ, എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകും, ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരികയും ചെയ്യും. ഇതേ എൻ്റെ വീടാണ്, എന്നെ ചോദ്യം ചെയ്യാൻ ആരും നിൽക്കണ്ട. അന്നേരം ഇതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ദേവൻ ചോദിക്കണേ, എന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അമ്മേ. അമ്മ എവിടേക്കാണ് പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന് ഞങ്ങൾക്കും അറിയണ്ടേ? അമ്മ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നാട്ടുകാരുടെ മുമ്പിൽ മറുപടി പറയേണ്ടതും അവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടതും ഞങ്ങളും കൂടിയാണ്. കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ അതൊക്കെ അറിയേണ്ടതും പരിഹരിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, ഓ വലിയ കുടുംബനാഥൻ വന്നിരിക്കുന്നു, പറയുന്നത് കേട്ടാത്തൊന്നും നീ നിൻ്റെ അമ്മയോടും മകളോടുമൊക്കെ ഇത്ര നാളും ചെയ്യേണ്ട കടമകളെല്ലാം ഭംഗിയായി നിർവഹിച്ച് നിൽക്കുമായിരുന്നെന്ന്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ രണ്ടാളും എന്നെ ഭരിക്കാമെന്ന് വിചാരിക്കേ വേണ്ട. ഈ സുകുമാരി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യും. അതൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ സുകുമാരി അമ്മ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം യശോദ പറയണേ, എൻ്റെ ദേവേട്ട, അമ്മ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യുക? ഇത്രയൊക്കെ ആയിട്ടും അമ്മ ഒരു പാഠം പോലും പഠിച്ചില്ലല്ലോ. എങ്ങനെ പഠിക്കാനാ? എന്തെങ്കിലും ചെയ്യട്ടെ. കൂടുതൽ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ അമ്മ ബഹളം ഉണ്ടാക്കും, ആൾക്കാരെ വിളിച്ചു കൂട്ടും, അവരുടെ മുമ്പിൽ വീണ്ടും നാണം കെട്ടി നിൽക്കണം. സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും അങ്ങനെ നിന്ന് ജീവിതം തന്നെ വെറുത്തു പോകുവാണ്. എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യട്ടെ. അതിൻ്റെ പേരിൽ നമ്മളെല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കണം. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാകുമല്ലോ. അങ്ങനെ പറഞ്ഞ് ദേവനും സങ്കടത്തോടെ അകത്തേക്ക് കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്തിറങ്ങിയ മുത്തശ്ശി ഫോണിൽ പ്രിയങ്കേനെ വിളിക്കുന്നത്. പ്രിയങ്കെ, എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ? എൻ്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. ഇന്നുണ്ടല്ലോ രാധിക എല്ലാവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ കരണ തല്ലി. അവൾ നിന്നെ തല്ലിയെന്നോ? അവൾക്ക് അത്രയ്ക്ക് ധൈര്യമോ? പിന്നല്ലാതെ അവൾ രണ്ടും കൽപ്പിച്ച മുത്തശ്ശി. അവൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമല്ലോ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അതിനുവേണ്ടി അവൾ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. ഈ സമയം മുത്തശ്ശി വരണേ, എന്നുണ്ടെങ്കിലും നീ വേഗം പുറത്തേക്ക് വാ. നിന്നെ കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അല്ല മുത്തശ്ശി, ഇവിടുന്ന് പുറത്തിറങ്ങാനോ? അങ്ങനെ എങ്ങാനും ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ എനിക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിലോ? എടി, നീ ധൈര്യമായിട്ട് ഇറങ്ങടി. നിന്നെ എന്നേക്കുമായിട്ട് അവിടെ കയറ്റാനും അവിടെ അധികം ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ നേരെ ചെല്ലാൻ പോകുന്നത് അസിയയുടെ അരികിലേക്കാ. അയാളുടെ അരികിലേക്കോ? അയാളുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ എന്ത് കാണിക്കാനാ? എടി, എന്തൊക്കെ പറഞ്ഞാലും അയാൾ കണിമംഗലത്തോട് ദേഷ്യമുള്ള ഒരു പോലീസുകാരനല്ലേ. അയാളുടെ തലയിൽ എന്തെങ്കിലും പ്ലാനൊക്കെ ഒതുക്കുവേടി. നമുക്കത് ഗുണം ചെയ്യും. നീ വേഗം വാ. ശരി, ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. പിന്നീട് കാണിക്കുന്നത് ഹോളിലിരിക്കുന്ന ജയഭാരതി അമ്മേനെയാണ്. ഈ സമയം പ്രിയങ്ക ഫോണൊക്കെ എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക അവിടെ നിന്ന് പോകാൻ പോകുന്നത് കാണുന്നതും ഉർവശിയും കൽപ്പനയും ഓടി വന്നെ. അല്ല പ്രിയങ്കി, നീ ഇതെങ്ങോട്ടാ? നീ ഇതെന്ത് ഭാവിച്ചാണ്? എന്തതിൻ്റെ തീരുമാനം? പുതിയ വല്ല പ്രശ്നങ്ങളുണ്ടാക്കാനാണോ? നിങ്ങൾ വിട്. നിങ്ങളെ എൻ്റെ കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് കൽപ്പനയുടെ കൈ തട്ടി മാറ്റിയിട്ട് പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. ഈ സമയം ജയഭാരതി അമ്മയോട് കൽപ്പന പറയണേ, അമ്മ കണ്ടില്ലേ, പ്രിയങ്ക ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി അവൾ എന്ത് കാണിച്ചു കൂട്ടാനാണോ പോയതെന്നറിയില്ല. ഇനിയും നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുമോ? അമ്മ ചെന്നവളെ തിരികെ വിളിക്കുക. ഞാനെന്തിനാ അവളെ തിരികെ വിളിക്കുന്നത്? അവളുടെ ഇഷ്ടത്തിനല്ലേ പോയത്. എൻ്റെ അമ്മേ, അവൾ ഇന്നും രാവിലെ ഉണ്ടല്ലോ രാധിക പിടിച്ച് തല്ലി. അതിൻ്റെ ദേഷ്യത്തിൽ പക വീട്ടാനായിട്ട് എന്തെങ്കിലും കടങ്ക ചെയ്യാൻ പറ്റുവാണ് അവൾ പോയതെങ്കിലോ? അല്ലെങ്കിൽ തന്നെ പ്രിയങ്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുത്തശ്ശി അവളെ തല്ലണം, അല്ലെങ്കിൽ അമ്മ ഉണ്ടല്ലോ ഈ രാധിക എന്തിനാ അവളെ കൈവെക്കാൻ പോയത്? അവൾ ആത്മഹത്യ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആലോചിക്കാനേ വയ്യ.
അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ, അവളുടെ തീരുമാനമല്ലേ, നമ്മളൊന്നും ചെയ്തതല്ലോ. എൻ്റെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കോടതി കയറി ഇറങ്ങി വേണ്ടി വരുന്നത് നമ്മുടെ കുടുംബം ഒരിക്കും. ഈ കുടുംബത്തിലെ എല്ലാവരും പോലീസിൻ്റെ നോട്ടപ്പുള്ളികളാണെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ. ഈ സമയത്തായിരിക്കും രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ എന്താ മുത്തശ്ശി? ഈ സമയം ജയഭാരതിയമ്മ പറയണേ, പ്രിയങ്ക എങ്ങോട്ടേക്കും ഇറങ്ങിപ്പോയി. അത് കണ്ടിട്ട് ഇവർ പറയണേണ് ഞാൻ ആരെ തടഞ്ഞു നിർത്തേണ്ടതായിരുന്നു പോലും. ഈ സമയം കൽപ്പന പറയണേ, നീ ഒറ്റൊരുത്തി കാരണോ പ്രിയങ്ക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? നീ അവളെ ആവശ്യമില്ലാതെ തല്ലിയില്ലേ? ഇനി അതിൻ്റെ ദേഷ്യത്തിൽ അവൾ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഈ കുടുംബത്തെ വീണ്ടും നീ നാണം കെടുത്തും. അന്നേരം രാധിക ചോദിക്കണേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവൾ കാണിക്കുന്ന തോന്നിവാസമൊക്കെ കണ്ടിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കണമായിരുന്നോ? എൻ്റെ ജീവിതം തകർക്കാനായിട്ട് ആര് ശ്രമിച്ചാലും ശരി, അത് അവളല്ല, ഈ കുടുംബത്തിലെ തന്നെ മറ്റാരെങ്കിലും ആണെങ്കിലും ശരി, ബന്ധമൊന്നും നോക്കില്ല, ഞാൻ കൈ വെച്ചിരിക്കും ഇന്ന് ചെയ്തതുപോലെ. അല്ല, ഏട്ടത്തേക്കും ചെറിയമ്മയ്ക്കും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ആ സംശയം ഇപ്പം തന്നെ തീർക്കാം. നീ എന്താടി പറഞ്ഞത്? ഞങ്ങളെ നീ തല്ലുമെന്നാണോ പറഞ്ഞു വരുന്നത്? ആ സംശയം എന്താണ്? എന്നെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കൈവച്ചു എന്നിരിക്കും. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ മാറ്റിത്തരാം. അങ്ങനെ രാധികയുടെ മട്ടും ഭാവമൊക്കെ കാണുന്നതും ഭയന്ന് വരച്ച് കൽപ്പനയും മുറുവശിയും വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടാകുവാണ്. ഈ സമയം അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ജയഭാരതി പറയണേ, എൻ്റെ മോളെ, നിൻ്റെ ഈ ധൈര്യമൊക്കെ ഇത്രയും നാൾ നീ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു? മുമ്പേ തന്നെ നീ ഈ ധൈര്യവും തൻ്റെ ഇടമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം ഇത്രയും പ്രശ്നം നേരിടേണ്ടി വരില്ലായിരുന്നു എന്നേ. എന്താണെങ്കിലും എനിക്കൊരു കാര്യത്തിൽ സങ്കടമുണ്ട്. നീ ആ പ്രിയങ്കയ്ക്കിട്ട് രണ്ട് പൊട്ടിക്കുന്നത് എനിക്ക് നേരിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ കണ്ണിന് കുളിർമ നൽകുന്ന അങ്ങനത്തെ ചില കാഴ്ചകളൊന്നും ചില സമയത്ത് കാണാൻ പറ്റിയെന്ന് വരില്ല. ഈ സമയം രാധിക പറയണേ, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ടെന്നേ. എന്താണെങ്കിലും പ്രിയങ്ക അടങ്ങി ഒതുങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം ഞാനും ഇതുപോലെ പ്രതികരിച്ചെന്ന് വരും. അപ്പോൾ ആ സമയം ഇനി പൊട്ടിക്കുമ്പോൾ മുത്തശ്ശിനെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചോളാം. എന്താ അതുപോലെ? അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കനെ കാത്ത് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുകുമാരീനെയാണ് കേട്ടോ. എന്നാലും കയ്യിലൊക്കെ എന്തൊരു വേദനയാ. അവർ കൊടുക്കാത്ത ആരോഗ്യം തന്നെ. കയ്യിലൊക്കെ വേദന, നീര് വന്നിങ്ങനെ പൊള്ളിച്ചിരിക്കുമല്ലേ എന്നും പറഞ്ഞ് അതിലേക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കോട്ടോ മുത്തശ്ശി. ഈ സമയത്ത് പ്രിയങ്ക അങ്ങോട്ടേക്ക് എത്തുവാം. ആ സിയെ ഇപ്പോൾ വരും. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും സിയയുടെ കാറത്തുവാണ്. സിയനെ കാണുന്നതും പ്രിയങ്ക പഴയതുപോലെ അഭിനയം തുടങ്ങുവാണ് കേട്ടോ. ഈ സമയം സിയെ അവരുടെ അരികിലേക്ക് വരുവാ. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എൻ്റെ സാറല്ലേ പോലീസുകാരുടെ അകമ്പടിയോടെ ഞങ്ങളെ കണിമംഗലത്ത് കൊണ്ട് തിരിച്ചാക്കിയത്? ഞങ്ങളുടെ ദേഹത്ത് ആരും ഒരു തരി മണ്ണ് പോലും വീഴ്ത്തില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതേ കണ്ടില്ലേ? ഇത് കണ്ടോ? അവിടുത്തെ ജയഭാരതി അമ്മയും അവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചതാ. ദേ എൻ്റെ കയ്യിലും ദേഹത്തുമൊക്കെ കണ്ടില്ലേ? ദേ ഈ കൊച്ചിനെ നോക്ക്. അന്നേരം പ്രിയങ്കയും കയ്യിലെ മുറിവൊക്കെ കാണിച്ചു കൊടുക്കണേ. ദേ എൻ്റെ കയ്യിലൊക്കെ തല്ലി സാർ. ഈ സമയം അതെല്ലാം കണ്ട് സി ഐ പറയണേ, എന്നിട്ട് നിങ്ങൾ പോലീസിൽ പറയുമെന്ന് പറഞ്ഞില്ലേ? പിന്നല്ലാതെ ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു സി ഐ സാറിനെ വിളിക്കുമെന്ന്. അന്നേരം അവർ പറയണേ, അയാൾ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? നടു റോട്ടിൽ കിടന്ന് എൻ്റെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിച്ച ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ വരുണും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് സാറിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. പോലീസല്ല, ഇനി പട്ടാളം വന്നാലും ശരി, ഞങ്ങൾ രണ്ടുപേരെ അവിടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് പറഞ്ഞത്. സി ഐനെയോ ആരെ വേണമെങ്കിലും ചെന്ന് വിളിച്ചോന്ന് പറഞ്ഞു. സാറിനെയൊന്നുമേ അവിടെയുള്ള ആർക്കും ഒരു വിലയില്ല, ഒരു പേടിയില്ലെന്നേ. അതെല്ലാം കേട്ടിട്ട് സി ഐക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ഈ സമയം സി ഐ പറയണേ, ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ല്. അവിടെ പറഞ്ഞ് ഒരു പരാതി കൊടുക്കുക. എന്നിട്ട് നേരെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്തിനാ സാർ അതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഈ സി ഐ ആരാണെന്ന് കണിമംഗലത്തുള്ളവർക്ക് ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അയാൾ വണ്ടി കയറി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, അല്ല മുത്തശ്ശി, അവിടെയൊക്കെ പോയിട്ട് എന്ത് കാണിക്കാനാ? എടി, വനിതാ കമ്മീഷനും മറ്റു സ്ഥലത്തു നിന്നുള്ള ഓർഡറോട് കൂടി തന്നെയല്ലേ ആ സി ഐ നമ്മളെ അത് കണിമംഗലത്ത് തിരിച്ചെത്തിച്ചത്. അങ്ങനെയുള്ളപ്പോൾ നമ്മളെ അവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാലേ അത് നിയമത്തിൻ്റെ ലംഘനമാണ്. നീ നോക്കിക്കോ, ഇതിൻ്റെ പേരിലുണ്ടല്ലോ ആ സി ഐ ഇന്ന് കണിമംഗലത്ത് ഒരു കസറും. അന്നേരം പ്രിയങ്ക പറയണേ, എന്നാലും എൻ്റെ മുത്തശ്ശി, ആ സി ഐനെ നടുറോട്ടിയിട്ട് തല്ലിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ മുഖമൊക്കെ മാറിയത് കാണുമായിരുന്നു. എടി, നമ്മുടെ കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്ത് പറയണം. ഇനി അയാളങ്ങ് തിളച്ച് മറിഞ്ഞോളും. നമ്മളെ കളി കണ്ടിരുന്നാൽ മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ് കേട്ടോ. അങ്ങനെ വരുണാണെങ്കിൽ ആ ഹർഷനോടും ബെഞ്ചമിനോടും അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെ മുമ്പിൽ ആകെ ദേഷ്യപ്പെടുക. ഹർഷൻ, എന്താ ഇതൊക്കെ? നിങ്ങൾ വിശ്വസിച്ചല്ലേ ഒരു വലിയ കമ്പനിയുടെ വലിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആ ഡീല് നമ്മൾ സൈൻ ചെയ്തത്? എന്നിട്ട് ഇപ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ കണ്ടെയ്നറുകളെല്ലാം അവിടെ കസ്റ്റംസ് പിടിച്ചു വെച്ചിരിക്കുകയല്ലേ? മാത്രമല്ല അതിൽ മയക്കുമരുന്നുണ്ട് എന്നൊക്കെയല്ലേ അവർ പറയുന്നത്. ഇത് കണിമംഗലം കുടുംബത്തിൻ്റെ തന്നെ അപമാനകരമായ കാര്യമാണ്. ഇതുവരെ ഈ കമ്പനിയിൽ ഇത്തരം ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. അന്നേരം ഹർഷനും പറയണേ,
വരുൺ, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് കയറ്റി വെച്ച ആ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഇടയിൽ ആ രാജ്യത്ത് നിരോധിച്ചിരുന്ന ലഹരി വസ്തുക്കൾ ഉണ്ടായിപ്പോയി. അത് കസ്റ്റംസുകാർ കൈയോടെ പിടികൂടുകയും ചെയ്തു. അന്നേരം വരുൺ പറയണേ, ഈ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും അത് പാക്കിങ്ങിലും എക്സ്പോർട്ടിങ്ങിലും ഉള്ള ഏതോ ആയിക്കോട്ടെ, അവരുമായിട്ടൊക്കെ പേഴ്സണലി എനിക്കൊരു ബന്ധമുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇതുപോലൊരു മിസ്റ്റേക്ക് വരില്ല. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണമെങ്കിൽ അത് നമ്മുടെ പ്രോഡക്ട്സ് ഇവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷമായിരിക്കണം. വലിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീല് സൈൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം അവിടെ പോർട്ടിൽ തന്നെ കെട്ടിക്കിടക്കുവാണ്. അതിൻ്റെ പേരിൽ കണിമംഗലം ഗ്രൂപ്പിനുണ്ടാക്കുന്നത് വലിയൊരു തുകയുടെ നഷ്ടം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ പുറകെ കേസ് നൂലാമലകൾ വേറെയും. ബെഞ്ചമിൻ, തനിക്കെന്താ പറയാനുള്ളത്? താനല്ലേ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത് നോക്കി നടത്തിയത്. എന്നിട്ടിപ്പോൾ എങ്ങനെ ഇങ്ങനെ തെറ്റി സംഭവിച്ചത്? അന്നേരം ബെഞ്ചമിൻ പറയണേ, ഹർഷൻ, തന്നെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്? ഇത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ്. ഇതിന് ഇത്തരത്തിലൊരു കളങ്കം വീഴാനോ വിള്ളലേക്കാനോ ഞാൻ സമ്മതിക്കില്ല. നമുക്കിത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം ഹർഷൻ. അന്നേരം ഹർഷൻ പറയുന്നുണ്ട്, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിൽ ഞാൻ ഏത് വിധേനയും പരിഹരിക്കാൻ ശ്രമിച്ചാനേ. ലുക്ക് മിസ്റ്റർ വരുൺ, ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന ബിസിനസ്സാണ്. ഇതുപോലെ പല പ്രശ്നങ്ങളും ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കസ്റ്റംസിൻ്റെ കയ്യിൽപ്പെട്ടത് കാരണമോ ഞങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ പോയത്. അന്നേരം അതെല്ലാം കേട്ടിട്ട് വരൻ അങ്ങ് ദേഷ്യം വന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിക്കുവാണ്. എന്നിട്ട് പറയണേ, 24 മണിക്കൂർ ബെഞ്ചമിൻ, 24 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഫുഡ് പ്രോഡക്ട്സിൻ്റെ മേലുള്ള കേസുകളെല്ലാം നീക്കി അതവിടെ നിന്ന് റിലീസ് ചെയ്യണം. എനിക്കതിൻ്റെ കംപ്ലീറ്റ് ഫയൽ റെക്കോർഡ്സ് ഉടനെ തന്നെ വേണം. എവിടെയാണ് പിഴവ് പറ്റിയെന്ന് നമുക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. മാത്രമല്ല ആ പോർട്ടിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്ത് പോയവരുടെ ഡീറ്റെയിൽസും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഹർഷൻ. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് വേണം. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അങ്ങനെ പറഞ്ഞാൽ വരുൺ വളരെ ടെൻഷനോടുകൂടി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ബെഞ്ചമിനും ഹർഷനും തങ്ങളുടെ പ്ലാനൊക്കെ വിജയിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ പരസ്പരം നോക്കി ശരിക്കും നോക്കിയുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക അവളുടെ ടേബിളിലിരിക്കുന്ന പത്രം എടുത്ത് തുറന്നു നോക്കുമ്പോഴായിരിക്കും അതിൽ ശ്യാമക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു വാർത്ത കാണുന്നത്. കലാരത്ന പുരസ്കാരം പ്രശസ്ത ഗായിക ശ്യാമയ്ക്ക് ഇന്ന് കാട്ടൂർ ക്ഷേത്രത്തിൽ വെച്ച് കൈമാറുന്നു. അത് കേൾക്കുന്നതും രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകണേ. ഭഗവാനെ, ഇന്നോ? അങ്ങനെ പറഞ്ഞ് രാധിക സന്തോഷത്തോടെ അത് മുഴുവൻ വായിക്കുവാണ്. എന്നിട്ട് ഫോണെടുത്ത് ഉടനെ തന്നെ വരുണിനെ വിളിക്കുവാണ്ടോ. ഈ സമയം വരുണാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൻ്റെ കേസ് ഫയലും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം വരുണാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ് കേട്ടോ. അന്നേരം ബെഞ്ചമിൻ അടിക്കിയിരിക്കുന്നുണ്ടാവും. ബെഞ്ചമിൻ പറയണേ, സാർ ഇങ്ങനെ ടെൻഷനാവാതെ സ്റ്റേണായിട്ട് നിൽക്ക്. നമുക്ക് ഈ പ്രതിസന്ധി എന്താണെങ്കിലും മറികടക്കാം. ഈ സമയത്തായിരിക്കും വരുണിൻ്റെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നത്. അങ്ങനെ വരുൺ കോൾ അറ്റൻഡ് ചെയ്യുക. ഈ സമയം രാധിക പറയണേ, വരുൺ, ഇവിടെ നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ശ്യാമ മേഡം വരുന്നുണ്ടെന്ന്. ഒരു അവാർഡ് ഫംഗ്ഷനാണ് വരുന്നത് നമ്മുടെ കാട്ടൂർ ക്ഷേത്രത്തിൽ. ഞാൻ ശ്യാമ മേഡത്തിനെ കാണാൻ അവിടെ പോയാലോന്ന് വിചാരിക്കുക. വരുൺ എന്താ പറയുന്നത്? അങ്ങനെ ചോദിച്ചു നിൽക്കുന്ന രാധികനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക അങ്ങനെ വരുണിനോട് ചോദിക്കുക, നമുക്ക് രണ്ടാൾക്കും കൂടി ഇന്ന് ശ്യാമ മേഡത്തെ ഒന്ന് കാണാൻ അങ്ങോട്ടേക്ക് പോയാലോ? അന്നേരം വരുൺ പറഞ്ഞേ, രാധിക, എനിക്ക് ഓഫീസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താണെങ്കിലും വരുന്നില്ല. താൻ ചെന്ന് കണ്ടാൽ മതി. എന്താണെങ്കിലും തൻ്റെ ഏറെ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ ശ്യാമ മേഡത്തെ നേരിട്ടൊന്ന് കാണണമെന്ന്. അതിന് തൻ്റെ കൂടെ വരാൻ പറ്റാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ സാരമില്ല, ഈ അവസരം താൻ മിസ് ചെയ്യേണ്ട. അങ്ങനെ രാധിക ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുവാണ്. ഈ സമയം രാധിക ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നുവെന്ന് ബെഞ്ചമിൻ തിരിച്ചറിയുന്നതോടെ ഇന്നത്തോടെ തന്നെ രാധികയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ബെഞ്ചമിൻ തീരുമാനിക്കുവാണ്. എന്താണെങ്കിലും ബിസിനസ് തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുവാണ്. അതിൻ്റെ ടെൻഷനിലാണ് നീ. അതിൻ്റെ ഒപ്പം തന്നെ നിനക്ക് നിന്റെ രാധികനെയും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും. രാധികയെ, നീ പലതവണ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇത് നിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇത്തവണ നീ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ല. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിനും അവിടെ നിന്നിറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക കാറിൽ കാട്ടൂർ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നാലെ ഫോളോ ചെയ്ത് ബെഞ്ചമിനും ഉണ്ടാകും. ഈ സമയം രാധിക ഫോണിൽ ദേവൻ വിളിക്കുന്നുണ്ട്. അച്ഛാ, ഞാനേ ഒരു സ്ഥലം വരെ പോകുവാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോകുന്ന ദിവസം ഇന്ന്. അന്നേരം ദേവൻ എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം ശ്യാമക്ക് അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന കാര്യത്തെക്കുറിച്ചും അവിടേക്ക് നേരിട്ട് പോയി ശ്യാമ മേഡത്തെ നേരി കാണാൻ താൻ പോകുവാണെന്നൊക്കെ രാധിക പറയുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ സന്തോഷമൊക്കെ കേൾക്കുന്നതും ദേവനും ഒത്തിരി സന്തോഷമാകണേ. മോള് പോയി കണ്ടിട്ട് വാ. മോള് ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളെ നേരി കാണാൻ പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവനും ഒത്തിരി സന്തോഷത്തോടെ രാധികനെ അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട്. ഇതേസമയം അവിടെ ആ ക്ഷേത്രത്തിലാണെങ്കിൽ എല്ലാവരും ശ്യാമ വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ ശ്യാമ അമൃത അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മറ്റാൾക്കാരൊക്കെ ശ്യാമേനെ അവിടെ വെൽക്കം ചെയ്യുകയും ബൊക്കെയും മറ്റും കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്.
രാധികയും ശ്യാമയും ഇത്തവണ നേർക്ക് നേരെ കാണുമോ? രാധികയുടെ ജീവൻ എടുക്കാൻ ബെഞ്ചമിനെ കൊണ്ടുപറ്റുമോ? അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാണ്ടിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്